ഏത് സാധാരണക്കാരനും മനസ്സിലാക്കുന്ന തരത്തിൽ ലളിതമായി ട്രാഫിക് നിയമങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഈ വീഡിയോ കാണൂ. അറിവുള്ള ഒരു പൗരനാകൂ. ഇന്ത്യയിലെ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാലോ? നമ്മുടെ റോഡുകൾ കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള വഴികാട്ടിയാണിത്. അതെ, ഒരുപാട് പേർക്ക് അങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ ഈയൊരു ബഹളത്തിനിടയിലും ഒരു ഓർഡർ കൊണ്ടുവരാൻ ഒരു സിസ്റ്റമുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ട്രാഫിക് നിയമങ്ങൾ. അപ്പോ ആദ്യം തന്നെ എന്തിനാണ് ഈ നിയമങ്ങൾ? അതിന്റെ പിന്നിലെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ട്രാഫിക് നിയമങ്ങളെന്ന് പറയുന്നത് വെറുതെ ഫൈൻ അടക്കാതിരിക്കാൻ വേണ്ടി മാത്രമല്ല. അത് ശരിക്കും നമ്മൾ റോഡിലിറങ്ങുമ്പോൾ എല്ലാവരും ഒരുപോലെ സംസാരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു സേഫ്റ്റി ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പോൾ റോഡിൽ സുരക്ഷിതമായി പോകണമെങ്കിൽ അവിടത്തെ ഭാഷ, അതായത് സിഗ്നലുകൾ നമ്മൾക്ക് മനസ്സിലാവണമല്ലോ, അല്ലേ? ട്രാഫിക് ലൈറ്റുകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. ചുവപ്പ് കണ്ടാൽ നിർത്തണം, മഞ്ഞ കാണുമ്പോൾ നിർത്താൻ തയ്യാറെടുക്കണം, പിന്നെ പച്ച, യാത്ര തുടരാം. വളരെ സിമ്പിളാണ്. പക്ഷേ ഈ 3 നിറങ്ങളാണ് ട്രാഫിക്കിന്റെ ഒഴുക്ക് കൃത്യമായി കൺട്രോൾ ചെയ്യുന്നതിന്റെ അടിസ്ഥാനം. ഇനിയൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ ബോർഡുകളിലെ എഴുത്ത് വായിക്കുന്നതിന് മുൻപ് തന്നെ അതിന്റെ ഷേപ്പും കളറും വെച്ച് നമുക്ക് കാര്യം പിടികിട്ടും. ഒരു ചുവന്ന വട്ടം കണ്ടാൽ അത് നിർബന്ധമായും പാലിക്കേണ്ട നിയമമാണ്. ഒരു നീല ത്രികോണമാണെങ്കിലോ, സൂക്ഷിക്കുക, മുന്നിൽ എന്തോ അപകട സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പാണ്. പച്ച, നീല ദീർഘചതുരങ്ങൾ സാധാരണയായി സ്ഥലങ്ങളിലേക്കുള്ള വഴികാട്ടികളാണ്. ശരി, ഇനി നമ്മൾ ഡ്രൈവറുടെ റോളിലേക്ക് വരാം. നിങ്ങളാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഓർക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ഇത് നിങ്ങളുടെ മാത്രമല്ല, എല്ലാവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമം: എപ്പോഴും റോഡിന്റെ ഇടതുവശം ചേർന്നോടിക്കുക. എന്തിനാണെന്നല്ലേ? വളരെ സിമ്പിളാണ്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് നമ്മുടെ വലതുവശത്തൂടെ സുരക്ഷിതമായി കടന്നുപോകാൻ വേണ്ടിയാണിത്. ഓവർടേക്കിങ്ങിന്റെ കാര്യം വരുമ്പോൾ എപ്പോഴും വലതുവശത്തുകൂടി മാത്രമേ പാടുള്ളൂ. പക്ഷെ അതിനേക്കാൾ പ്രധാനം എപ്പോഴൊക്കെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് അറിയുന്നതാണ്. വളവുകൾ, കുന്നുകൾ, ഇടുങ്ങിയ പാലങ്ങൾ, ജംഗ്ഷനുകൾ, സീബ്ര ക്രോസിംഗ്, ഈ സ്ഥലങ്ങളിലൊന്നും ഓവർടേക്ക് ചെയ്യരുത്. അതുപോലെ മുന്നോട്ടുള്ള വഴി ക്ലിയറായി കാണുന്നില്ലെങ്കിലും റിസ്ക് എടുക്കരുത്. ഇനി റൈറ്റ് ഓഫ് വേ എന്താണെന്ന് നോക്കാം. അതായത് ആരാദ്യം പോകണം എന്ന് തീരുമാനിക്കുന്ന ഒരു രീതി. ഒരു റൗണ്ട് എബൌട്ടിൽ എത്തുമ്പോൾ നമ്മുടെ വലതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എപ്പോഴും നമ്മൾ വഴി കൊടുക്കണം. ഇത് ബ്ലോക്കുകളും അപകടങ്ങളും ഒഴിവാക്കാൻ ഒരുപാട് സഹായിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആംബുലൻസ്, ഫയർ എഞ്ചിൻ പോലെയുള്ള എമർജൻസി വാഹനങ്ങൾ വരുമ്പോൾ എന്ത് തന്നെയായാലും അവർക്ക് വഴി കൊടുക്കണം. ശരി, ഇനിയിപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്നില്ലെങ്കിലും പോലും റോഡ് സുരക്ഷയിൽ നമുക്കൊരു പങ്കുണ്ട്. അതെന്താണെന്ന് നോക്കാം. അതെ, റോഡിലെ സുരക്ഷ ഡ്രൈവറുടെ മാത്രം കാര്യമല്ല. ഒരു യാത്രക്കാരൻ എന്ന നിലയിലും ഒരു കാൽനടയാത്രക്കാരൻ എന്ന നിലയിലും നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. കാൽനടയാത്രക്കാർക്ക് വേണ്ടിയുള്ള 4 പ്രധാന നിയമങ്ങൾ നോക്കാം. 1. ഫുട്പാത്തുണ്ടെങ്കിൽ അത് മാത്രം ഉപയോഗിക്കുക. 2. ഫുട്പാത്ത് ഇല്ലാത്ത സ്ഥലങ്ങളിൽ റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കുക. അപ്പോൾ എതിരെ വരുന്ന വണ്ടികളെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. 3. റോഡ് മുറിച്ചു കിടക്കാൻ സീബ്ര ക്രോസിംഗ് അല്ലെങ്കിൽ ഓവർ ബ്രിഡ്ജുകൾ ഉപയോഗിക്കുക. 4. രാത്രിയിൽ ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കാരണം കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഒരു നിയമപരമായ അവകാശമാണെന്നാണ് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുള്ളത്. ഇനി യാത്രക്കാരുടെ കാര്യം. സീറ്റ് ബെൽറ്റ് മുന്നിലിരിക്കുന്നവർക്ക് മാത്രമല്ല, പിന്നിലിരിക്കുന്നവർ ഉൾപ്പെടെ എല്ലാവർക്കും നിർബന്ധമാണ്. ഇതൊരു ഓപ്ഷനല്ല, നിയമമാണ്. വണ്ടിയിലുള്ള ഓരോ ആളിന്റെയും ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണില്ല. കാലം മാറുന്നതിനനുസരിച്ച് നിയമങ്ങളും മാറുമല്ലോ. പുതിയ ടെക്നോളജിയും സുരക്ഷയെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകളും നമ്മുടെ റോഡ് നിയമങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ മാറ്റങ്ങളെന്ന് നോക്കാം. സുരക്ഷാ ഉപകരണങ്ങളുടെ കാര്യത്തിൽ വന്ന ചില പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. ഹെൽമറ്റ് ബൈക്ക് ഓടിക്കുന്ന ആൾക്കു മാത്രമല്ല, പിന്നിലിരിക്കുന്ന ആൾക്കും നിർബന്ധമാണ്. അതും BIS സർട്ടിഫൈഡായിരിക്കണം. കാറുകളിൽ ഇപ്പോൾ പിൻസീറ്റിലിരിക്കുന്നവർക്കും സീറ്റ് ബെൽറ്റ് റിമൈൻഡർ നിർബന്ധമാക്കി. പിന്നെ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ബൈക്കിൽ കൊണ്ടുപോകുമ്പോൾ അവർക്ക് ഹെൽമറ്റും ഒരു സേഫ്റ്റി ഹാർനസും വേണം. ഇതൊക്കെ റോഡിലെ ഏറ്റവും ദുർബലരായ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. 2026 ഈ വർഷം ഓർത്തുവെച്ചോളൂ. കാരണം 2026 മുതൽ ഇന്ത്യയിലിറങ്ങുന്ന എല്ലാ പുതിയ ഇരുചക്രവാഹനങ്ങളിലും ABS, അതായത് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം നിർബന്ധമാവുകയാണ്. ഇത് ബൈക്ക് യാത്രികളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെയായിരിക്കും. നിയമം നടപ്പാക്കുന്ന രീതിയും ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം ഡിജിറ്റലാകുന്നു. ഈ ചലാൻ, CCTV ക്യാമറകൾ, സ്പീഡ് ക്യാമറകൾ, ഇതിന്റെയൊക്കെ ഒരു വലിയ നെറ്റ്വർക്ക് രാജ്യത്തുടനീളം വരുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കാനും നടപടിയെടുക്കാനും ഇപ്പോൾ പഴയതിനേക്കാൾ എളുപ്പമാണ്. അപ്പോ ഇത്രയും നിയമങ്ങളും നിയന്ത്രണങ്ങളുമൊക്കെയായി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എന്താണ് നമ്മുടെ എല്ലാവരുടെയും പൊതുവായ ഉത്തരവാദിത്തം? ഈ ഒരൊറ്റ വാചകത്തില് എല്ലാം ഉണ്ട്. അപകടങ്ങൾ കുറയ്ക്കുക, ജീവനുകൾ സംരക്ഷിക്കുക, ഇന്ത്യയിലുടനീളം ഉത്തരവാദിത്വത്തോടെ റോഡിൽ പെരുമാറുന്ന ഒരു ശീലം വളർത്തിയെടുക്കുക. ഇതാണ് നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാ നിയമങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം. അപ്പോ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഏതൊരു നല്ല സുരക്ഷാശീലം നിങ്ങൾ ഇന്നു മുതൽ തുടങ്ങും? കാരണം ഓർക്കുക, റോഡ് സുരക്ഷ എന്നത് വെറും നിയമങ്ങളുടെ പുസ്തകത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അത് നമ്മൾ ഓരോരുത്തരും ദിവസവും റോഡിലിറങ്ങുമ്പോൾ എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളിലാണ്.